നമസ്കാരം. KH ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറാനോ അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളോ അമേരിക്കയിൽ ആക്രമണം നടത്താൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ്. US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിയാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഇറാൻ അനുകൂല ഹാക്കർമാരിൽ നിന്ന് US നെറ്റ്വർക്കിന് നേരെയുള്ള സൈബർ ആക്രമണമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഹോംലാൻഡ് സെക്യൂരിറ്റി മുന്നറിയിപ്പ് നൽകുന്നു. ഡമാസ്കസിൽ കുർബാനയ്ക്കിടെ ചാവേർ സ്ഫോടനം. സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലാണ് ചാവേർ സ്ഫോടനമുണ്ടായത്. മാർ ഏലിയാസ് പള്ളിയിൽ കുർബാന നടക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായത്. 25 പേർ കൊല്ലപ്പെട്ടു, 80 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരിൽ 30 പേരുടെ നില അതീവ ഗുരുതരമാണ്. ഫേസ്ബുക്ക് മെസ്സഞ്ചർ സേവനങ്ങളുടെ അധിക സുരക്ഷയായി പാസ്കി സംവിധാനം അവതരിപ്പിച്ച് മെറ്റ. വരും മാസങ്ങളിൽ അവതരിപ്പിക്കുന്ന സുരക്ഷാ അപ്ഡേറ്റുകളിലൊന്നിൽ ഈ ഫീച്ചർ ഉൾപ്പെടുമെന്നും കമ്പനി അറിയിച്ചു. ISIക്ക് വിവരം ചോർന്നു. ആർമി ഓഫീസർ അമൃത്സറിൽ പിടിയിൽ. പാകിസ്ഥാന്റെ ഇന്റർ സർവീസ് ഇന്റലിജൻസിന് വിവരങ്ങൾ ചോർത്തി നൽകിയ ആർമി ഉദ്യോഗസ്ഥൻ അറസ്റ്റിൽ. പഞ്ചാബിലെ അമൃത്സറിലാണ് സംഭവം. മയക്കുമരുന്ന് വിരുദ്ധ സത്യവാങ്മൂലം നടന്മാരിൽ നിന്ന് വാങ്ങുവാനുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ നീക്കത്തെ പിന്തുണച്ച് ടൊവിനോ തോമസ്. നിർമ്മാതാക്കളുടെ കരാറിന് ഒപ്പം നിൽക്കണം, സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗിക്കരുത് എന്നാണ് വ്യക്തിപരമായ അഭിപ്രായമെന്ന് ടൊവിനോ പറഞ്ഞു. സിനിമാ ഷൂട്ടിംഗ് ലൊക്കേഷനുകൾ ഉൾപ്പെടെ എവിടെയും മയക്കുമരുന്ന് ഉപയോഗിക്കരുതെന്ന് ടൊവിനോ മാധ്യമങ്ങളോട് പറഞ്ഞു. വൈദ്യുതി വേലി നിർമ്മിക്കാൻ പ്രത്യേക അനുമതി വേണമെന്നും വൈദ്യുതി മോഷണം ക്രിമിനൽ കുറ്റമാണെന്നും KSEB. വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റുള്ള അപകടങ്ങൾ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് KSEB ഈ കാര്യം അറിയിച്ചത്. 2 കൊല്ലത്തിനിടെ 24 പേരാണ് വൈദ്യുതി വേലിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. അടുത്തിടെ 2 കുട്ടികൾ ഉൾപ്പെടെ ഷോക്കേറ്റ് മരിക്കുന്നവരുടെ സ്ഥിതിയുണ്ടായി. KSEBയുടെ വൈദ്യുതി ലൈനിൽ നിന്ന് അനധികൃതമായി വൈദ്യുതി മോഷ്ടിച്ചോ വീട്ടിലെ കണക്ഷനിൽ നിന്നോ വേലികളിലേക്ക് വൈദ്യുതി കടത്തിവിടുന്നതാണ് അപകടത്തിൽ കലാശിക്കുന്നത്. വന്യജീവി ആക്രമണത്തെയും വിനാശത്തെയും ചെറുക്കാൻ വൈദ്യുതി വേലികൾ സ്ഥാപിക്കുന്നതിന് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിൽ നിന്നുള്ള പ്രത്യേക അനുമതി ആവശ്യമാണെന്ന് അധികൃതർ അറിയിച്ചു. ലഹരി സംഘത്തിൻ്റെ വിളയാട്ടം. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ബൈപ്പാസ് ജംഗ്ഷനിലെത്തിയ 3 അംഗ സംഘമാണ് ആക്രമണം നടത്തിയത്. ഇവിടെ ചായ കുടിക്കാനെത്തിയ യുവതിയുടെ ദേഹത്ത് ചായ ഒഴിക്കുകയും തൊട്ടടുത്ത് നിന്ന സ്ത്രീകളെ ഉപദ്രവിക്കുകയും ചെയ്ത സംഘത്തോട് ചോദിക്കാനെത്തിയവരെ തല്ലുകയും ചെയ്തു. പിന്നാലെ പോലീസ് എത്തി 3 പേരെയും കസ്റ്റഡിയിലെടുത്തെങ്കിലും സ്റ്റേഷനിലും സംഘം അസഭ്യവർഷം തുടർന്നു. വാഹനങ്ങൾക്കും ഇവർ കേടുപാട് വരുത്തിയതായി പരാതിയുണ്ട്. മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ VS അച്യുതാനന്ദനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് രാവിലെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തിരുവനന്തപുരത്ത് SUT ആശുപത്രിയിൽ ICUവിൽ തുടരുകയാണ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ ക്യാമ്പ് 24-നും 25-നും മറയൂരിൽ നടക്കും. ഹോട്ടൽ മേഖലയിലെ പ്രതിസന്ധി, ഭക്ഷ്യവസ്തുക്കളുമായി ബന്ധപ്പെട്ട മികച്ച നിലവാരം എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നടക്കും. 24-ന് 11-ന് ചന്ദന റെസിഡൻസിയിൽ ആരംഭിക്കുന്ന ക്യാമ്പ് സംസ്ഥാന പ്രസിഡന്റ് G. ജയപാൽ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് MS അജി അധ്യക്ഷത വഹിക്കും. വൈകിട്ട് 4-ന് നടക്കുന്ന സമ്മേളനം A. രാജ MLA ഉദ്ഘാടനം ചെയ്യും. ഹെൽത്ത് പ്ലേറ്റ് പ്രോജക്റ്റ് ഉദ്ഘാടനം കളക്ടർ V. വിഘ്നേശ്വരി നിർവഹിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് MS അജി, കുഞ്ഞുമോൻ, PM ജോൺ, KM ജോർലി എന്നിവർ പറഞ്ഞു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.